ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോട്ടൽ മുറിയിലത്തെ സംഭവം കാരണം രേവതി നല്ല കലിപ്പിലാട്ടോ. അങ്ങനെ സച്ചിയോട് ബഹളം വെച്ച് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് വീടെത്തണം എന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ തീരുമാനിക്കുക കേട്ടോ. സച്ചി ഒരുപാട് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് രേവതിനെ. അതൊന്നും ചെവിക്കൊള്ളാണ്ട് രേവതി പറയാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം, ഇവിടുന്ന് പോയേ പറ്റൂ, എനിക്ക് മതിയായി എന്ന് പറയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രേവതിയുടെ ഫാമിലി കേട്ടോ. രേവതിയുടെ അനിയൻ അവിടെ ഉറക്കളഞ്ഞ് പഠിക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മ കയറി വന്നിട്ട് പറയാണ്, ഇത്ര നേരം എന്തിനാടാ പഠിക്കുന്നത്, ഇനി രാവിലെ എണീറ്റ് പഠിച്ചാൽ മതി, ഉറക്കളഞ്ഞിട്ട് പഠിച്ചാലൊന്നും തലയിൽ കയറൂല, അതുകൊണ്ട് ഉറങ്ങിക്കോ നീ എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയാണ്, ഇത്ര നാളും ഞാൻ പഠിക്കാഞ്ഞിട്ടല്ലേ പറഞ്ഞത്, ഇപ്പോൾ പഠിക്കുന്നതായിട്ടാണോ പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയാണ്, പഠിക്കണം, പഠിച്ച ഇത്ര ഉറക്കളഞ്ഞിട്ട് പഠിക്കാൻ പാടില്ല എന്ന് പറയാണ്. അങ്ങനെ അവൻ ബുക്ക് വെച്ചിട്ട് റൂമിലേക്ക് പോവാട്ടോ. ആ സമയത്ത് രേവതിയുടെ അനിയത്തി ചാറ്റ് ചെയ്യുന്നതാട്ടോ കണ്ടത്. ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവനൊരു സംശയം തോന്നി. അങ്ങനെ റൂമിലേക്ക് കയറി ചെല്ലാണ്. അപ്പോഴത്തേക്ക് 1 മണിയായിട്ട് അവൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവളെ ലവറിനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവൻ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഉറങ്ങാനായില്ലേടി ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ഞെട്ടി ഉണർന്നിട്ട് പറയാണ്, നീ എന്തിനാ ഇത്ര സമയം ഉറങ്ങാതിരുന്നത്, നിനക്ക് പോയി ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ പഠിക്കുകയായിരുന്നു, നീ എന്തിനാ ഫോൺ ഞെക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, എനിക്ക് ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അങ്ങനെ ചാറ്റ് ചെയ്ത എന്ന് പറയുന്നത്. അപ്പോൾ നീ പോ, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി അവൻ പോയി എന്ന് പറയുമ്പോൾ പുറത്തിനുള്ളിൽ നിന്ന് മെല്ലെ നോക്കുകയാണ്. അത് കഴിഞ്ഞ് ബിരാലിനെയാണ് കാണിക്കുന്നത്. ബിരാലിൻ്റെ പെങ്ങളെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് കുറച്ച് സംഭാഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ സിനിമയിലത്തെ ക്യാരക്ടറാണ് ബിലാലെന്ന് പറയാണ്. എൻ്റെ ഒറിജിനൽ നെയിം ജയരാജ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സച്ചിൻ രേവതി അതിരാവിലെ തന്നെ വീട്ടിലെത്തി കേട്ടോ. സച്ചി സോപ്പിടാനൊക്കെ നിൽക്കുന്നുണ്ട് അച്ഛനറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. രേവതി രണ്ടും കൽപ്പിച്ചാട്ടോ. രേവതി മുഖം കുറിച്ചിരിപ്പുണ്ട്. അങ്ങനെ ബാക്കിൽ പെട്ടിയെടുക്കാൻ പോകുന്ന സമയത്ത് സച്ചി പറഞ്ഞു, അച്ഛനോട് പറയില്ല രേവതി എന്ന് പറയാണ്. പെട്ടിയൊക്കെ ഞാൻ എടുത്തോളാം രേവതി, നീ പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് അമ്മയാണ് ഡോർ തുറന്നത്. ചോദിച്ചു, ഇതെന്താ ഇത്ര നേരത്തെ വന്നത്, 2-3 ദിവസത്തെ ട്രിപ്പിനല്ലേ പോയതെന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, എന്ത് ഇത്ര നേരത്തെ വന്നതെന്ന്. അപ്പോൾ സച്ചി പറയുകയാണ്, അവിടെ ഒന്നും കാണാനൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ അവരെ മുഖത്തൊരു വെപ്രാളം കണ്ടിട്ട് അമ്മക്കും ശ്രുതിക്കും ഒരു ഡൗട്ട് തോന്നി. അപ്പോൾ രേവതി പറയാണ്, ഒരുപാട് ഓർഡർ വന്നു പൂവിൻ്റെത്, അതുകൊണ്ട് നേരത്തെ വന്നതാണെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ഇറങ്ങി വരികയാണ്. അപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സംശയങ്ങൾ വന്നു. സച്ചിൻ രേവതി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും റൂമിലേക്ക് നൈസായിട്ട് പോവാട്ടോ. ആ സമയത്ത് സച്ചിയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, അവൻ കുടിച്ചിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്ത എന്തോ അവിടെ നടത്തിയിട്ടുണ്ട്, അതാണ് രേവതിയുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നതെന്ന്. അങ്ങനെ അവർ റൂമിൽ നിന്ന് പെട്ടിയിൽ നിന്ന് ഡ്രസ്സൊക്കെ പുറത്തെടുത്തിടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സച്ചി രേവതിയുടെ ചൊടി മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത മാസം പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, അയ്യോ ഇനി ഞാനില്ലേ നിങ്ങളുടെ കൂടെ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, എവിടെ പോയാലും വീടെത്തുമ്പോൾ ഒരു സമാധാനമാണല്ലേ രേവതി എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാൻ, മിണ്ടരുത് നിങ്ങളെ കൂടെ ഒരു സ്ഥലത്തും ഞാൻ വരുന്നില്ല, മിണ്ടാതിരുന്നോളം, ഞാൻ അച്ഛനോട് ഇത് പറയും എന്ന് പറയണം. അപ്പോൾ സച്ചി പറയാണ്, പറയരുത് എന്ന് പറയുന്നത്. അപ്പോൾ രേവതി പറയാണ്, എന്തിനും ഞാൻ പറയാതിരിക്കണം, ഞാൻ പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവുക. അപ്പോൾ സച്ചി പറയാണ്, അയ്യോ രേവതി ചതിക്കില്ല രേവതി എന്ന് പറഞ്ഞിട്ട് പിറകെ ഓടുകയാണ്. അപ്പോൾ രേവതി വിളിച്ചുകൊണ്ട് ഓടുന്നുണ്ട്, അച്ഛാന്ന്. അപ്പോൾ സച്ചി പിറകെ പോയി ഓടുകയാണ്, രേവതി പറയല്ലേ രേവതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുറത്തേക്ക് ഓടുകയാണ് രേവതി. ആ സമയത്ത് അച്ഛൻ പുറത്തുണ്ട് കേട്ടോ. അച്ഛനോട് പറയണം, അച്ഛാ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ സച്ചി പറയാണ്, അതില്ലേ അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ പോയപ്പോൾ ഇല്ലേ അവിടെ ഒരു ഗുഹയിൽ ഒരാൾ വീണുന്ന്. അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയാണ്, അതൊരു സിനിമയിലത്തെ കഥയില്ലേ എന്ന് പറയണം. അപ്പോൾ സച്ചി പറയാണ്, ആ സിനിമയിലും ആ കഥയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ സച്ചി രേവതിനെയും അച്ഛനെയും കൂടി കൺവേർട്ട് ചെയ്യാണ് ആ സബ്ജക്റ്റിൽ നിന്ന്. അങ്ങനെ അവർ റൂമിലിരിക്കുക കേട്ടോ. സച്ചി എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ രേവതി സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചിനെ. അങ്ങനെ അവരെ വഴക്കെല്ലാം തീരുക കേട്ടോ. ആ സമയത്ത് രേവതി പറയാണ്, ഞാൻ അച്ഛനോട് പറയുന്നത് നിങ്ങൾ വിചാരിച്ചോ, എനിക്ക് ആ പേടി ഇതുവരെ മാറിയിട്ടില്ല, ഇനി ആ കുറച്ച് നാളും കൂടി ആ പേടി എൻ്റെ മനസ്സിലുണ്ടാവും.
എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, നിന്നെ പറഞ്ഞപ്പോൾ എനിക്ക് വേദനിച്ചു, അതുകൊണ്ടാണ്. ഞാൻ ഒറ്റക്കാണെങ്കിൽ പ്രശ്നമില്ല, നീ ഉണ്ടായിരുന്നില്ലേ, നിന്നെ പറഞ്ഞതുകൊണ്ട് എനിക്ക് സഹിച്ചില്ല രേവതി, അതാണ് ഞാൻ അടിച്ചതെന്ന് പറയാണ്. അത് കഴിഞ്ഞ് രേവതിയുടെ അനിയത്തി ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് അവരെ സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാണ്, അരുണേട്ടൻ ഇവിടെ ട്രാൻസ്ഫറായിട്ട് വന്നു, പോലീസ് ഇൻസ്പെക്ടറായിട്ട് വന്നതാണ്, അതിനുള്ള മധുരമാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ അവിടെ സ്റ്റാഫ് പറയുന്നുണ്ട്, നിൻ്റെ ഒരു ഭാഗ്യമാണ് സ്നേഹിച്ചവരെ കല്യാണം കഴിക്കുക എന്നുള്ളത്, ഇപ്പോഴേ കല്യാണം കഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ രേവതിയുടെ അനിയത്തി പറഞ്ഞ ആളും സച്ചിയും തമ്മിൽ നല്ല ക്ലാഷ് ഉണ്ടാവാനുള്ള ശ്രമത്തിലായിട്ടോ. ഇനി അവർ പോലീസായിട്ട് വന്ന ആൾ സച്ചി നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചു. അത് കണ്ട് വന്ന് അരുൺ നല്ലപോലെ വാക്കേറ്റം ഉണ്ടാവുകയാണ് സച്ചിയായിട്ട്. കുറേ കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നെല്ലാം ചോദിക്കുന്നുണ്ട് സച്ചിയോട്. നോ പാർക്കിംഗ് ഏരിയയിലാണോ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, അറിയാണ്ട് വെച്ചതാണ്, ടൂർ പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ഒന്നിച്ച്, അന്നേരം ജലദോഷം പിടിച്ചതാണ്, മരുന്ന് മേടിക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അരുൺ പറയാണ്, നിൻ്റെ ഫാമിലി മാറ്ററൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നീ എന്തിനാണ് ഇവിടെ വെച്ചതെന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറഞ്ഞ് ദേഷ്യത്തോട് പറയാണ്, ഞാൻ പെറ്റി അടിച്ചാൽ പോരെ, പെറ്റി അടിച്ചോളാം, അതിനധികം വർത്താനൊന്നും പറയണ്ടെന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തിനാ എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ പെറ്റി അടിച്ചാൽ പോരെ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, രവി എന്ന് പറയാണ്. അപ്പോൾ രവിയുടെ വകയിലല്ല ഈ വീട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ.